മഴക്കാലമൊക്കെ കഴിഞ്ഞു, സൂര്യപ്രകാശമൊക്കെ കണ്ടു തുടങ്ങി. ഹൈ റേഞ്ച് വളരെ മനോഹരിയായി തീരുന്ന പോലെ ഒരു തോന്നൽ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ചെയ്തപോലെ തന്നെ ചക്ക പറിക്കുക, ഒരുക്കുക, പറ്റുവാണെങ്കിൽ കുറേ ഉണങ്ങിയെടുക്കുക. ഇത് വളരെ കാലമായിട്ടുള്ള ശീലമാണ്. ഓരോ സീസണിലും കിട്ടുന്ന ചക്ക പരമാവധി നഷ്ടപ്പെടുത്താതെ കണ്ട് അതിനെ എടുത്ത് സൂക്ഷിച്ചു വെക്കുക. ഏതാണ്ട് ഒരു വർഷക്കാലത്തേക്ക് ആവശ്യമായിട്ടുള്ള ചക്ക നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. കൂടാതെ കണ്ട് സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചക്ക ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. വാസ്തവത്തിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, അല്പം ബുദ്ധിമുട്ടാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആവശ്യത്തിനുള്ള ചക്ക. അപ്പോൾ നമുക്കറിയാം, ഇത് പ്ലാവ് പറമ്പിൽ നിന്ന് നമുക്ക് തരുന്ന സാധനമാണ്. നമുക്ക് പ്രത്യേക നഷ്ടം ഒന്നുമില്ല. അധ്വാനം മാത്രമേ നമുക്ക് നഷ്ടം എന്ന് പറയാനായിട്ടുള്ളൂ. പക്ഷെ അതിന് നഷ്ടമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ഉണങ്ങിയെടുത്ത 1 കിലോ ചക്ക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 700-800 രൂപ വിലയുണ്ട്. 2 അല്ലെങ്കിൽ 3 അംഗങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേരത്തേക്ക് ആവശ്യമായിട്ടുള്ള ചക്ക എന്ന് പറയുന്നത് വാസ്തവത്തിൽ 150 ഗ്രാം ഉണക്കച്ചക്കയുടെ ആവശ്യമേ ഉള്ളൂ. അത് പ്രോസസ്സ് ചെയ്ത്, അതായത് വേണ്ട രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ, വേവിച്ചൊക്കെ എടുത്തു കഴിയുമ്പോൾ ആ 3 അംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 100 ഗ്രാം ചക്കയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. 1 കിലോ ഉണക്കച്ചക്ക എന്ന് പറയുന്നത് ഏതാണ്ട് 10 നേരം 10 തവണ വേവിച്ച് ഉപയോഗിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇത് വളരെ ഈസിയാണ്. ഈസി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, അധ്വാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇത് പറമ്പിൽ നിന്നും ചക്ക പറിച്ചെടുത്ത് കൊണ്ടുവന്ന് അരക്കൊക്കെ മാറ്റി വെട്ടി ഒരുക്കി കീന്തി എടുത്ത് വെയിലുണ്ടെങ്കിൽ വെയിലത്തിടുക. ഒരു വെയിൽ കൊണ്ട് ഏതാണ്ട് 3/4 ഭാഗം നമുക്കതിൻ്റെ ഉണക്ക് നമുക്ക് സാധിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് പാകപ്പെടുത്തി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ഡ്രയർ ഉപയോഗിക്കണം. പക്ഷെ എല്ലാവരുടെ സംബന്ധിച്ചും ഡ്രയർ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഡ്രയർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്ത് ആവശ്യത്തിന് ചക്ക ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആവശ്യമുള്ള ചക്ക ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഉണക്കച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ ഈസിയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് 1.5 നല്ല വെയിലുണ്ടെങ്കിൽ 1.5 വെയിൽ കൊണ്ട് റെഡിയാക്കി ഉണങ്ങി കിട്ടും. അത് പ്ലാസ്റ്റിക് കൂട്ടിലാക്കി പ്രത്യേക കണ്ടെയ്നറൊന്നും ആവശ്യമില്ലെങ്കിൽ പോലും ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഐസ് ബോക്സ് എന്ന് പറയുന്ന സാധനം, അതായത് തെർമോക്കോളിന്റെ ബോക്സിന്റെ അകത്ത് നമ്മൾ അതിനെ അടുക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. പിന്നീട് നമ്മളെ സംബന്ധിച്ച് വിൽപ്പന എന്ന് പറയുന്നത് ഒരു താല്പര്യം കൊണ്ട് എടുക്കുന്നില്ല. കാരണം എല്ലാം കൂടെ പറ്റില്ല, പ്രായമായി തുടങ്ങി, അതുകൊണ്ട് എല്ലാം കൂടെ പറ്റില്ല. പക്ഷേ നമുക്ക് നഷ്ടപ്പെടാവുന്ന, അത് ഒന്നും ലഭിക്കാതെ കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഒത്തിരി ഉപയോഗപ്രദമായ ഒരു മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നു. അല്ലെങ്കിൽ നമുക്ക് ആ സീസണിൽ ഉപയോഗിക്കുന്ന ചക്കയ്ക്ക് ഒരു പരിമിതിയുണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. ചക്കപ്പഴം എന്ന് പറയുന്നതൊക്കെ മഴക്കാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാനായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മഴക്കാലത്ത് ചുമ്മായിരിക്കുമ്പോൾ അല്പം ദേഹാധ്വാനം ഉപയോഗിച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചക്ക ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, ഉണക്കച്ചക്ക ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത് വളരെ വിജയപ്രദമാണ് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയോ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും തുടരുന്നു. ഇതിനുള്ള നേട്ടങ്ങൾ കൂടിയുണ്ട്. കാരണം ചക്ക എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതൊരു ആയുർവേദ മെഡിസിൻ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്നിപ്പം നമ്മൾ ഇത് ഒരുക്കിയൊക്കെ എടുത്ത് റെഡിയാക്കി നമുക്ക് ഉണങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നിടത്തോളം നമ്മൾ പ്ലാസ്റ്റിക് കൂട്ടിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് കയറ്റുക. ഫ്രീസറിലേക്ക് കയറ്റി വെച്ചാൽ നമുക്കറിയാം എത്രയോ കാലം വേണമെങ്കിലും സുഖമായിട്ട് ഇരുന്നോളും. നാളെ ആവശ്യമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മളെടുത്ത് അതിനെ ഫ്രിഡ്ജിലോട്ടോ വെളിയിലോ വെക്കുന്നു. അതിൻ്റെ ഐസൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പ്രോപ്പറായ രീതിയിൽ നമ്മളതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പച്ചക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിനൊരു പരിമിതിയുണ്ട്. കാരണം നമ്മുടെ ഒരു നിശ്ചിത കാലം കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ തന്നെ ഫ്രീസർ നമുക്കറിയാം, ഫ്രീസറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒത്തിരി സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്.
പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം. അതുകൊണ്ട് ഫ്രിഡ്ജിലെ ഫ്രീസർ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതാണ്, കുറച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഉണങ്ങി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതി. അത് നമ്മൾ അവലംബിക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഉണ്ടാകുന്ന പല രോഗങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ കൊളസ്ട്രോളിനെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നു. ഷുഗറിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ചക്ക, അധികം മൂപ്പ് എത്താത്ത ചക്ക വേവിച്ച് വേണ്ട രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷുഗർ ഒത്തിരി കുറയ്ക്കാൻ സാധിക്കുന്നു. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിലൂടെ പറയാൻ സാധിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ, പട്ടണങ്ങളിൽ നമുക്കിത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അത് അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ നാട്ടുമ്പുറങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടുമ്പുറങ്ങളിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന, ഉപയോഗിക്കാൻ സാധിക്കുന്ന, ആരോഗ്യപരമായ ജീവിതം നയിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള ഈ മാർഗം അവലംബിക്കുന്ന ഏറ്റവും നന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.